റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് മുന്നിൽ മൊഴി ആവർത്തിച്ച സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി. ബാക്കി വന്ന 420 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരികെ നൽകിയെന്നാണ് മൊഴി. എന്നാൽ പങ്കജ് ഭണ്ഡാരിയെ അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ചെന്നൈയിലെ പരിശോധന ഇന്നും തുടരും. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരിമോഹൻ, പങ്കജ് ഭണ്ഡാരിയെ വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയല്ലേ ഇപ്പോൾ SITക്ക് വന്നിരിക്കുന്ന ബോധ്യം? ഈ സ്വർണത്തിന്റെ അളവിൽ പലതവണയായി മാറ്റിപ്പറയലുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രതി ചേർക്കും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സ്മൃതി. പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മൊഴി കൂടാതെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. അതായത് ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ തുടർച്ചയായി 2 ദിവസങ്ങൾ പരിശോധന നടത്തി, മണിക്കൂറുകളോളം പരിശോധന നടത്തിയിട്ടും വേണ്ട രേഖകൾ പോലീസിന് ലഭിച്ചിട്ടില്ല, പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഗുരുതരമായൊരു വിഷയം. ആ രേഖകളെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി ഒഴിഞ്ഞു മാറുകയാണ്. കൃത്യമായ മറുപടികൾ നൽകുന്നില്ല എന്നുള്ളതാണ്. അതായത് 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശാനായി ദ്വാരപാല പാളികൾ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഒരു രേഖ ഉണ്ടാവേണ്ടതാണ്. ആ രേഖ കൃത്യമായിട്ട് കൈമാറാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ രേഖ അവിടെ ഇല്ല എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് അവിടെ പരിശോധന നടത്തിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം. മാത്രമല്ല, ഇതിൽ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയും മണിക്കൂറുകളോളം എടുത്ത് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പങ്കജ് ഭണ്ഡാരി പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം തിരികെ നൽകി എന്നുള്ളതാണ്. അതായത് 1 കിലോ സ്വർണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അത് നൈട്രിക് ആസിഡിൽ മുക്കി വേർതിരിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിൽ 420 ഗ്രാമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത്. 320 ഗ്രാം പണിക്കൂലിയായി ഇവരെടുക്കുകയായിരുന്നു. ബാക്കിയുള്ളവ കൊണ്ടാണ് സ്വർണം പൂശിയത് എന്നുള്ളതാണ് പങ്കജ് ഭണ്ഡാരി നൽകിയിട്ടുള്ള മൊഴി. പക്ഷേ അത് പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം ദേവസ്വം വിജിലൻസിന്റെ അടുത്ത് ആദ്യഘട്ടത്തിൽ ഒരു മൊഴിയും പിന്നീട് മറ്റൊരു മൊഴിയും നൽകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പങ്കജ് ഭണ്ഡാരിയെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ വേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രതി ചേർക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് SIT പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻസ് ആ രേഖകൾ നശിപ്പിച്ചോ എന്നുള്ളത് അറിഞ്ഞ ശേഷമായിരിക്കും അത്തരമൊരു നടപടിയിലേക്ക് കടക്കുക. മാത്രമല്ല, സ്മാർട്ട് ക്രിയേഷൻസും ഈ മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് എന്ന സ്ഥാപനവും തമ്മിലുള്ള ബന്ധവും കൂടി കൃത്യമായി, അല്ലെങ്കിൽ എന്താണ് ബന്ധം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശോധന കൂടിയാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. ശരി ഹരിമോഹൻ, SIT അന്വേഷണത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഹരിമോഹൻ നൽകിയത്. ഇപ്പോൾ